നീ ഇന്നലെ അവനെ പോയി തല്ലിയില്ലേ? ഇന്നിപ്പോ കോംപ്രമൈസ് നീ എന്നെ വിളിച്ചോണ്ട് സ്ക്രൂ ഡ്രൈവറും കൊണ്ട് എന്നാ പിന്നെ നിനക്കൊരു വടിവാളും കൊണ്ടുവരായിരുന്നില്ലടാ. ബാക്കിയുള്ളവനെ കൊലക്ക് കൊടുത്ത നീ അടങ്ങൂലേ? ആ അവൻ എന്താ പറഞ്ഞിട്ട് സാധിച്ചു കൊടുത്തേക്ക്. ഗൾഫിലേക്ക് പോകാനുള്ളതാ, മറക്കണ്ട. ഓരോരോ നീ എന്തുദ്ദേശിച്ചു? എടാ നിന്നോടെ ചോദിച്ച ഞാൻ. തങ്കച്ചായൻ എന്താ പേടിയുണ്ട? നീ വണ്ടി കയറി, വണ്ടി എടുക്ക്. ഡാ അവന്മാര് നിന്നോട് മാപ്പറണ കാണണോ? എടാ ഇവനേക്കാളും വലിയ ഗുണ്ടകൾ നമ്മുടെ കയ്യിലുണ്ട്. അതോ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണോ? അടി കിട്ടിയിട്ട് എന്തിനാ തങ്കച്ചായി പോലീസ്? അടി വേണ്ട, ഗുണ്ട മതി. കറക്റ്റ്. ഞാനേ കോംപ്രമൈസ് മൂഡായിരുന്ന, മനസ്സിലായ? പിന്നെ നീ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അതെനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അല്ലാണ്ട് ഈ ഉച്ചാലയെ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. ഇതിലും വലിയ സെറ്റപ്പ് നമ്മുടെ അടുത്തുണ്ട്, ഗുണ്ടകളായിട്ടും ആൾക്കാരായിട്ടും. ഞാൻ അങ്കമാൽ സാബിനെ വിളിക്കട്ടെ. ഇന്ന് തന്നെ അതിന് തീരുമാനം എടുക്കണം. നീ വണ്ടി എടുക്ക്. എടുത്തോ? എടുക്കടാ. അല്ല പിന്നെ നീ അവിടെ വെക്ക്, ഞാനെടുത്ത് വെച്ചോളാം. ആദ്യം നീ വീഴുവേ. ആദി സജിമാമൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയോ? ഭയങ്കര പേടിയാണല്ലേ? അതാ ഞാൻ പറഞ്ഞേ. അവരെത്തി. നീ ഇത് എവിടേക്കായി നേരം വെളുക്കുമ്പോ എന്നിട്ട് പോയത്? റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഫ്രണ്ട് അടുത്ത് പോയതാ. എന്നാ അതൊന്ന് പറഞ്ഞിട്ട് പോവാൻ പാടില്ലേ? ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു. എടാ ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് പറ്റേ. എന്താ? ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. പെട്ടെന്ന് വരില്ലേ? കട തുറന്നിട്ടില്ലാന്ന്. അതെ അവന്